അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം, നാം എല്ലാവരും നമ്മളിൽ നിന്ന് പലരും കഴിക്കുന്ന, അതിനെപ്പറ്റി കാണുന്ന, കേൾക്കുന്ന ഒരു പാചക വസ്തുവിനെ പറ്റിയാണ്. കറിക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ പറ്റിയാണ്. അതായത് ദാല്. നാം നമ്മുടെ ഭാഷയിൽ പരിപ്പ് എന്നൊക്കെ പറയുന്ന ഈ ദാല്, ഇതിനെ ഹദീസിലും ഖുർആനിലും ഇതിനെ പറഞ്ഞിരിക്കുന്നത് അദസ് എന്നാണ്. ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉറുദുവിലും ഹിന്ദിയിലും മസൂർ ദാല് എന്നും ഇംഗ്ലീഷിൽ ലെൻറ്റിൽസ് എന്നും ലാറ്റിൻ ഭാഷയിൽ ലെൻസ് കുലിനറിസ് എന്നുമാണ് ഇതിൻ്റെ പേരുകൾ കാണുന്നത്. ഈ ഇംഗ്ലീഷിൽ പറയുന്ന ലെൻറ്റിൽസ് എന്ന് പറയുന്ന ഈ ദാല് ഏകദേശം അവർ 6 വ്യത്യസ്ത ദാലുകൾക്ക് ഈ പദം ഉപയോഗിക്കുന്നു. അതായത് മസൂർ ദാല്, മൂഗ് ദാല്, ഉറാദ് ദാല് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ദാലുകൾക്ക് ഈ മസൂർ ദാലന്നെ, ഞങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഈ മസൂർ ദാലന്നെ 3 തരത്തിൽ ഉള്ളതുണ്ട്. ഒന്ന് ബ്രൗൺ കളറിലുള്ള ഈ ദാല്, മറ്റൊന്ന് ഓറഞ്ച് കളറിൽ ഉള്ള ദാല്, മറ്റൊന്ന് യെല്ലോ കളറിൽ ഉള്ള ദാല്. ഇതൊക്കെ ഈ മസൂർ ദാലിൽ പെട്ടതാണ്. അത് ചില സ്ഥലങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ, ചില സ്റ്റേറ്റുകളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ കളറുകൾക്കും മാറ്റങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും അതിൻ്റെ തോടുള്ള ഈ ദാല് തോടില്ലാത്ത ദാലിനെ അപേക്ഷിച്ച് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തോടില്ലാത്തതും നല്ലത് തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. പല നാം പാചകം ചെയ്യുന്ന, നാം കറികൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെ നാം ചിലപ്പോൾ ചെറുതായി കാണുന്നുണ്ട്. സത്യത്തിൽ അത് ആരോഗ്യപരമായി നോക്കുമ്പോഴേക്ക് വളരെ വലുതാണ്. അതിന് ഒരുപാട് ആരോഗ്യ ബെനിഫിറ്റ്സുകൾ, ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുമൂലം. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട്, ഈ ദാല് എന്നുള്ളത് അത് നമ്മുടെ ബുദ്ധിയെ അധികരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഏകദേശം 70-ലധികം അമ്പിയാക്കള് അതിനെപ്പറ്റി പറഞ്ഞ ഒരു സാധനവും കൂടിയാണ് ഈ ദാല് എന്നുള്ളത്. അതേപോലെ തന്നെ ഖുർആൻ ഷരീഫില് സൂറത്തുൽ ബഖറയിലും ഈ ദാലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹദീസുകളുണ്ട്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം അതിൻ്റെ കോണ്ടന്റുകൾ, അതിലടങ്ങിയ ഈ ആരോഗ്യം കൂടുതൽ ലഭിക്കുന്ന ഘടകങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, ഡയറ്ററി ഫൈബേഴ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, വൈറ്റമിൻ B1, B2, B3, B5, B6, B7, വൈറ്റമിൻ സി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആരോഗ്യ ഫലങ്ങളെപ്പറ്റി സയൻസ്, മെഡിക്കൽ സയൻസ് പറയുന്നത്, അത് നമ്മുടെ ബോഡിയെ, ശരീരത്തെ വലിയ ശക്തിപ്പെടുത്തും. അത് മുഖേന നമുക്ക് വലിയ ശക്തി നമ്മുടെ ബോഡിക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മസിലിനും വലിയ ശക്തി ലഭിക്കും. നമ്മുടെ എല്ലുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾക്കും വലിയ ശക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ഈ ദാല് കൂടുതലായി ദൈനംദിനം കഴിക്കുന്ന ചില രാജ്യക്കാരെ കണ്ടപ്പോൾ അവരുടെ നല്ല സ്ലിമ്മായ, നല്ല ഉറച്ച ശരീരങ്ങളും നല്ല ശക്തിയുള്ള ശരീരങ്ങളുമാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രമേഹത്തെ, ഈ മധുരത്തിൻ്റെ രോഗത്തെ
ഒരു സ്റ്റാബിലൈസ് ചെയ്യാൻ, അതിനൊരു നിലക്ക് നിർത്താൻ വളരെ നല്ലതാണ് ഈ ദാല് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ദഹിക്കാനും വളരെ ഈസി ആയിട്ട് ദഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സമയങ്ങളിലും, ചൂടുകാലത്തും മഴക്കാലത്തും തണുപ്പുള്ള കാലത്തും ഒക്കെ ഇത് നല്ലതാണ്. എല്ലാ പ്രായക്കാർക്കും ഇത് നല്ലതാണ് ദാല് എന്നുള്ളത്. അങ്ങനെയാണ് ഏറ്റവും വലിയ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഷംസി അദ്ദേഹത്തിൻ്റെ പ്രവാചക വൈദ്യം പ്രോഫറ്റിക് മെഡിസിൻ എന്ന് പറയുന്ന 3 വാള്യമുള്ള ഗ്രന്ഥത്തിലെ 2ാമത്തെ വാള്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉള്ള പ്രോട്ടീന്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സുകൾ, അതേപോലെ തന്നെ ഐസോലിസിൻ, ലൈസിൻ, ഇങ്ങനെ തുടങ്ങിയ അതിൻ്റെ അകത്ത് അടങ്ങിയ ഘടകങ്ങളൊക്കെ വളരെ നമുക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഫൈബർ, ഫോലേറ്റ്, വൈറ്റമിൻ B1 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ കൊളസ്ട്രോള്, കൊഴുപ്പിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്ന് മാത്രമല്ല പ്രമേഹ രോഗത്തെയും ഒരു നിലക്ക് നിർത്താൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. നാം ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഈ ദാലും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ നമ്മുടെ ഷുഗറിൻ്റെ ലെവലിനെ ഒരു നിലക്ക് നിർത്താൻ നല്ലതാണ് എന്നാണ് ഗവേഷകർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നല്ല നിലക്കുള്ള പൊട്ടാസ്യവും അയണിൻ്റെ കണ്ടന്റും ഒക്കെ അതിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിനെ അത് നിലക്ക് നിർത്തും, അധികം ഉണ്ടെങ്കിൽ കുറക്കും. നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഈ ദാല് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പ്രമേഹം, ബ്ലഡ് ഷുഗർ, അതിനെയും ഒരു നിലക്ക് നിർത്തും. കൂടാതെ അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു നല്ല ശക്തി ലഭിക്കും. അതേപോലെ തന്നെ എനർജി ധാരാളം കൂടും. നമ്മുടെ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയും. അതേപോലെ തന്നെ അതിലുള്ള കൊഴുപ്പുകൾ വളരെ കുറവായത് കൊണ്ടിട്ട് നമുക്ക് കൊഴുപ്പൊന്നും കൂടൂല. കൂടാതെ ഉപ്പിൻ്റെ അംശവും അതിൽ വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ ഉപ്പ് കഴിക്കുന്നവർക്കാണ് ഇപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ, രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്നത്. അത് മുഖേന പല രോഗങ്ങളും ഉണ്ടാകുന്നു. ഇത് കഴിക്കുന്നവർക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ദഹിക്കാനും വളരെ ഈസിയാണ്. വളരെ കട്ടിയുള്ള ഒരു ഭക്ഷണമൊന്നും അല്ല. ഇത് കഴിക്കുന്ന രാജ്യക്കാർക്ക് ഇത്തരം എല്ലാ ബെനിഫിറ്റ്സുകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം പല കാര്യങ്ങളും, ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ദാല് ആണ് നമ്മുടെ വീട്ടിൽ കറി എന്ന് കണ്ടാൽ ചിലപ്പോൾ ഭക്ഷണം തന്നെ കഴിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സത്യത്തിൽ ഇതിന് ഒരുപാട് ഫായിദകൾ, ആരോഗ്യപരമായ ഗുണഫലങ്ങൾ ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ നാം പലതിനെയും ചിലപ്പോൾ ചെറുതായി കാണുന്നുണ്ട്. ഈ ചാള, മത്തി, ഇതിനെ പലരും കഴിക്കാറില്ല. കാരണം അതിൻ്റെ ഗന്ധം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ബെനിഫിറ്റ്സ് ഭയങ്കരം വലുതാണ്. അത് പല ജാതി രോഗങ്ങളെയും തടയുന്ന ഒന്നാണ്. ഇൻഷാ അല്ലാഹു തആല ഒരു ദിവസം അതിനെപ്പറ്റിയും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നാം ദൈനംദിനം ഉപയോഗിക്കാൻ വേണ്ടി നാം ട്രൈ ചെയ്യണം, അതിനെ ഉപയോഗിക്കണം. അതുമൂലം നമുക്ക് ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.